കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുണ്ടാക്കിയ വില്ലേജ് ബ്രീഡിംഗ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇനി നമുക്കിതൊരു ബിൽഡ് രൂപത്തിലാക്കണം. മാത്രമല്ല നമ്മളിതിൻ്റെ മേലെ അയൺ ഫാം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇവർക്കൊക്കെ ഓരോ വർക്കുകൾ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവരിപ്പോൾ താഴെക്കൂടി മണ്ടി കളിച്ചാണ്, എങ്ങനെ പറ്റൂല. കാരണം 40 വില്ലേജർമാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ മുറിയിലാക്കി ഇങ്ങനെ വെക്കണം, മറ്റേ ട്രേഡിങ് ഹാളിലൊക്കെ ഉണ്ടാവണ മാതിരി. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുറച്ച് എമറാൾഡ് ഒപ്പിക്കാൻ വേണ്ടി സെൻറ്ററിൽ 2 ഫ്ലെക്സിങ് ടേബിൾ വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 ആൾക്കാർ ജോലി എടുത്തുകൊണ്ട് സ്റ്റിക്ക് ഓലേക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് ഇവർ 2 ആളെയും ഫസ്റ്റ് ലെവൽ ഫുള്ളാക്കിക്കണം. സോ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവന് ഇതിപ്പോൾ ഉള്ളിലേക്ക് കയറാന്ന് വെച്ചാൽ ഒരു പുറത്ത് കാണും. ഒക്കെ എന്തെങ്കിലും പുറത്തുനിന്ന് കിട്ടും നോക്കാം. പുറത്തുനിന്ന് ഓനെ കിട്ടും, ഓൻ്റെ ഇൻവെൻറ്ററി ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. ഇതാ കണ്ട, ഇവൻ്റെ ഫസ്റ്റ് ലെവൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റോൻ്റെതും. മറ്റോന് ഇവിടെ തന്നെ ഉണ്ട്. ഇവന് നോക്കിയാൽ കണ്ട, ഇവൻ്റെ ഫസ്റ്റ് ലെവൽ ഞാൻ സ്റ്റിക്ക് വെച്ച് കണ്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കിട്ടിയ എമറാൾഡ് കൊണ്ട് ഞാൻ എന്താക്കി, മേലുള്ള ഫാർമർ ഓലെ ട്രേഡ് ചെയ്ത് ലോക്കാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓലെ ഫാർമറിൻ്റെ ജോലി ലോക്കാക്കിയിട്ടുണ്ട്. ഇനി അതാകുമ്പോൾ ഓല് ഫാർമർ മാറില്ലല്ലോ. ഇവനെയും ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവൻറ്റും ഒന്ന് ലോക്കാക്കിയിട്ടുണ്ട്. ഇവൻ്റെതും ഓക്കെ, ഇവൻ്റെതും ലോക്കാക്കിയിട്ടുണ്ട്. ഇവനും ട്രേഡ് ചെയ്ത് ലോക്കാക്കിയിട്ടുണ്ട്. സോ ഇനി എന്തായാലും ഇവന്മാർ ഫാർമറിന്ന് മാറൂല. അപ്പോൾ ആ പേടിങ്ങില്ല. ഇനി നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ റീസോഴ്സൊക്കെ ഞാൻ താഴത്തെ പെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് കുറേ സ്പ്രൂസൊക്കെ വെട്ടിക്കാണ്ട് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പെട്ടിയുണ്ട്. ഇതൊക്കെ നമ്മുടെ റീസോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് എന്താക്കാം, ഇവിടെ സൈഡിൽ വെക്കാം, ഈ സൈഡിൽ വെക്കാം. ഇനി 2 ഫർണസ് ഉണ്ടാക്കുക. കാരണം കുറച്ച് സ്റ്റോണ് കൊടുത്തിട്ടുണ്ട്, കോബിൾ സ്റ്റോണ്. അത് നമുക്ക് സ്മെൽട്ടാക്കണം. അത് സ്മെൽട്ടാക്കിയാണ്ട് സ്റ്റോൺ ആക്കണം. അതിൻ്റെ താഴെ വെക്കാനാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന നേരം കൊണ്ട് ഇത് സ്മെൽട്ടാക്കി വെച്ചാൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ കോബിൾ സ്റ്റോണൊക്കെ സ്റ്റോൺ ആയിക്കോളും. അതുകൊണ്ടാണ്. സോ അതിന് വേണ്ടിയതാ നമ്മളെ കയ്യിലുള്ള ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. സോ അതിന് ഒരു ബ്ലോക്ക് എടുത്ത് ഒരു ഫർണസ് വെക്കുക. അതേമാതിരി ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ വെക്കുക. ബാക്കിയുള്ള കോബിൾ സ്റ്റോൺ അപ്പുറത്തേക്കും ബാക്കി ബ്ലോക്കും വെക്കുക. സോ ഇനിയിപ്പോൾ അതവിടെ കിടന്ന് സ്മെൽട്ടായിക്കോളും. നമുക്ക് എന്താക്കാം, ബിൽഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മുടെ സ്പ്രൂസൊക്കെ നമുക്ക് ആദ്യം കേക്കെടുക്കാം. ഓക്കെ, നമുക്കിനി ബിൽഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ പില്ലർ കാണണം. ഓക്കെ, മേലെ ഓക്കാണ് വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് ഓക്കും കൂടി എടുക്കാം. കാരണം മേലേക്ക് എത്തുമ്പോൾ മേൽഭാഗം കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇനി ഈ ഇവിടുത്തെ ഈ ഫെൻസും കൂട്ടി അപ്പുറത്തേക്ക് 3 ഭാഗം. അപ്പോൾ ഇത് 1 2 3. അപ്പോൾ ഈ 3 ക്യാപ്പ് വിട്ടുകൊണ്ട് 4ാമത്തെ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. ഓക്കെ, ഇവിടെ വെക്കാം. ഓക്കെ, പ്ലേസായി. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തും ഒരു 3 ബ്ലോക്ക് ക്യാപ്പ് ഇടണം. അപ്പോൾ ഇത് 1 2 3. അപ്പോൾ ഈ 4ാമത്തെ ഇവിടെ വെച്ചാൽ ഇതായിരിക്കും അതിൻ്റെ പില്ലറായിക്കൊണ്ട് വരുന്നത്. നമുക്ക് എന്തെങ്കിലും മേലേക്ക് പില്ലർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് പില്ലർ ചെയ്ത് ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇനി ഇതായി ഓക്ക് പ്ലാങ്ക് ആക്കിക്കാണ്ട് ഇവിടെ ഉള്ള ഈ പ്ലാറ്റ്ഫോം കൂടി ഒന്ന് ഫില്ലാക്കാം. ഓക്കെ, ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ കണ്ട, ഇതിപ്പോൾ ഫില്ല് ചെയ്തപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പില്ലറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ഇതിൻ്റെ അവിടേക്ക് ചാടാൻ പറ്റുമോ നമുക്ക്? ഓക്കെ, കറക്റ്റായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ഈ പട്ടിക്കുട്ടി നമുക്ക് ഇവിടെ ഞാൻ ഗ്രൈൻഡ് ചെയ്തിരുന്നപ്പോൾ കിട്ടിയതാണ്. ഞാൻ ടൈം ചെയ്തപ്പോൾ പെട്ടെന്ന് ടൈമായും ചെയ്തു. ഇനി ഇതിൻ്റെ സൈഡിലേക്കുള്ളത് സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സ് വെച്ചാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സ് അത് ഉണ്ടാക്കുക. ഇത്ര തന്നെ മതിയാവും നമുക്ക്. ഇനി ഇതിൻ്റെ മേലെ കയറിക്കാണ്ടതാ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഇവിടുന്ന്
പിന്നെ 2, 3, 4, 5 ബ്ലോക്ക് കഴിഞ്ഞിട്ട് 6ാമത്തെ ബ്ലോക്കിൽ പിന്നെ ഒരു സ്പ്രൂസിൻ്റെ ലോഗോ വെക്കാം. ഇനി ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ഭാഗമൊക്കെ നമുക്ക് എന്താക്കാം, ഡേട്ട് വെച്ച് കണ്ട് ആദ്യം ഫില്ല് ചെയ്യാം. ഇതേപോലെ തന്നെ ഇപ്പോൾ വെച്ച പോലെ തന്നെ അടുത്ത മുമ്പ് ഒരു 5 ബ്ലോക്ക് സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സ് വെച്ച് കണ്ട് പിന്നെ 6ാമത്തെ ബ്ലോക്കിൽ സ്പ്രൂസിൻ്റെ ലോഗോ വെക്കാം. അങ്ങനെ നമുക്ക് അറ്റം വരത്തെ അപ്പുറത്തെ പില്ലർ വരെ നമുക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6ാമത്തേത് സ്പ്രൂസിൻ്റെ ലോഗോ വെക്കാം. ഇതേപോലെ ഒന്നുകൂടി വെച്ചാൽ അടുത്ത പില്ലർ എത്തുന്നതാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ആദ്യം ഇവിടെയുള്ള ഈ ഡേർട്ടൊന്ന് ക്ലീൻ ആക്കാം, ഈ ചെറിയ കുന്നൊന്ന് ഒഴിവാക്കാം. ഷവല് കയ്യിലെടുത്ത് കണ്ട് നമുക്ക് ഇതാദ്യം ഒന്ന് ഇവിടുത്തെ ക്ലീൻ ആക്കാം. അതും നമ്മളങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ബിൽഡ് തുടങ്ങാം. 1, 2, 3, 4, 5. 6ാമത്തേത് നേരെ പില്ലർ വെക്കാം. ഓക്കെ, നമുക്കിനി ഇതൊന്ന് മേലേക്ക് പില്ലർ ചെയ്ത് നോക്കാം. ഇതന്നെയാണോ സ്ഥലം നോക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലാങ്ക്സ് കൂടി വെക്കാം. ഇനി ഈ പില്ലറിനൂടി മേലേക്ക് വെച്ചാൽ നേരെ അതിൻ്റെ അവിടെ എത്തേണ്ടതാണ്. ഇതിൻ്റെ മൂല തന്നെയാണ് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടി മേലേക്ക് എത്തിക്കാണ്ട് ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഭാഗം നമുക്ക് ആദ്യം ഈ ഓക്കിൻ്റെ പ്ലാങ്ക്സ് കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഇത് തന്നെയാണോ പില്ലറിൻ്റെ ഭാഗമെന്ന്. ഇതും കൂടി ആക്കിയാൽ ഓക്കെ, അതാ കറക്റ്റ് തന്നെ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് 2ാമത്തെ പില്ലറായി കിട്ടിയത്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 4 ഭാഗവും ചെയ്യണം. ഇതേമാതിരി ഈ സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സ് ഇതേമാതിരി ഫുള്ളും ഫില്ല് ചെയ്യും വേണം. ഇതേമാതിരി 5 ഭാഗം കഴിഞ്ഞാൽ ഒരു സ്പ്രൂസിൻ്റെ ലോഗോ എടുത്തുകൊണ്ട് പില്ലറാക്കി വെക്കാം. പിന്നെ എന്തായാലും ഇതേ സംഭവം ഈ 4 ഭാഗത്തും ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണി ഇതാ ഫുള്ള് തീർന്നിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് എങ്ങനെ വരും, ഇതിൻ്റെ സൈഡൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ അതാ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കുമ്പോൾ സൈഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറം സൈഡും ഇതേ സെയിം ഡിസൈൻ തന്നെ 5 ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഒരു പില്ലർ എന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മേലേക്ക് ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ചില ബെഡ് വെച്ചതിൻ്റെയും കാട്ടിയും ഒരു ഹൈറ്റ്, ഒരു ബ്ലോക്ക് ഹൈറ്റ് കൂട്ടി. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ 3 ഫെൻസ് വെച്ചിട്ടുണ്ട്, മറ്റേ വില്ലേജർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അടുത്തതായി കണ്ട് നമുക്ക് എന്താക്കാം, ഈ ഫ്ലോറിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ കോബ് സ്റ്റോണൊക്കെ സ്റ്റോണായിക്കാണ്ട് വന്നിട്ടുണ്ട്, സ്മെൽട്ടായി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഈ പെട്ടിക്ക് എടുത്താക്കാം. കാരണം ഇവിടെ ഈ ഫെൻസ് ഉണ്ടല്ലോ, വില്ലേജർ അങ്ങനെ പുറത്തേക്ക് പോകേണ്ട വെച്ചിട്ട് വെച്ച ഫെൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫെൻസ് ആദ്യം നമുക്ക് എന്താക്കാം, പൊട്ടിച്ച് മാറ്റാം. എന്നിട്ട് ഈ ഫ്ലോറിങ്ങിൻ്റെ പണി തുടങ്ങേണ്ടതായിരിക്കും നല്ലത്. സോ അപ്പോൾ നമുക്ക് ഒരു മൂലക്കം തന്നെ ഉണ്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഫെൻസൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിക്കാണ്ട് വരാം. നമ്മൾ ഫെൻസൊക്കെ അങ്ങനെ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോറിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ സ്റ്റോൺ ആദ്യം കയ്യിലെടുത്തിട്ട് നമുക്ക് സ്റ്റോൺ ഫുള്ളും ബ്രിക്കാക്കാം. അപ്പോൾ സ്റ്റോൺ ബ്രിക്ക് ആ പാറ്റേണിലാണ് ഞാൻ നമ്മുടെ ഫ്ലോർ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോൺ കട്ടറിൽ വെക്കുക. എന്നിട്ട് സ്റ്റോൺ ബ്രിക്ക് നേരെ ഇത് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്ലാബ് കൊണ്ടും ക്രാഫ്റ്റ് ചെയ്യാം. ഇതിലൊക്കെ വെക്കേണ്ടി വന്നാൽ നമുക്ക് സ്ലാബ് വെക്കാൻ വെച്ചിട്ട് നമുക്കപ്പോൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് സ്റ്റോൺ പിക്കാക്സ് ആദ്യം കയ്യിലെടുക്കുക. കുറച്ച് ഓക്കിൻ്റെ ലോഗും കൂടിയും കയ്യിലെടുക്കുക. എന്ന് വെച്ചാൽ ഈ വില്ലേജർമാരെ വെക്കണ സ്ഥലം അപ്പത്തിന് റെഡിയാക്കും ചെയ്യാം നമുക്ക്. സോ ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. സോ അതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് എന്താക്കുക, ടോർച്ച് സൈഡിലാക്കുക. കാരണം ഈ ഫ്ലോർ പൊട്ടിക്കുമ്പോൾ അടിയത്തെ ടോർച്ച് നമുക്ക് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ എല്ലായിടത്തും ടോർച്ച് നമുക്ക് സ്പാം ആക്കാം. കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് തന്നെ അറിയാം, നമുക്ക് ടോർച്ച് വെക്കാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വില്ലേജറൊക്കെ സോംബി ആയത്. സോ അപ്പോൾ അതിന് പാടില്ലല്ലോ. നമുക്ക് എന്തായാലും ഇവനെ പുറത്താക്കുക. ഈ പാവം എപ്പോഴോ ഈ ബോട്ടിൽ പെട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഓനും പുറത്താക്കിയിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, ഇവിടെ ചുറ്റും ടോർച്ച് വെക്കുക. ഒരു സ്ഥലത്ത് പോലും ലൈറ്റ് ഇല്ലാതിരിക്കരുത്. എന്നിട്ട് നമുക്ക് വർക്ക് തുടങ്ങാം. ഓക്കെ, എല്ലായിടത്തും ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. നമ്മുടെ ഷവലെ കൈക്ക് പിടിക്കുക. അതേപോലെ തന്നെ പിക്കാക്സും കയ്യിലെടുക്കാം. ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ആദ്യം കുറച്ച് കുഴിച്ച് മാറ്റാം. ഇവനെന്താ ചാടി കളിച്ചിട്ടുണ്ട്. ഇവൻ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയതാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒപ്പം വരേണ്ട അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ബ്രിക്ക് ഈ കുയിലിങ്ങനെ വെക്കുക. ഇവിടുത്തെ ഗ്രാസ് ബ്ലോക്ക് മാറ്റുക, അവിടെ ബ്രിക്ക് വെക്കുക. ഇതേ സെയിം പരിപാടി നമുക്ക് ഇതിന് ചുറ്റും ചെയ്യണം. സോ ഇപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇതിന് ചുറ്റും ഈ ബ്രിക്ക് വെച്ചിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരാം.
ഞാൻ നമ്മുടെ വെക്കേണ്ട സ്ഥലം ഫുള്ളും കുഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ ഫുൾ ബ്ലോക്ക് വെക്കണില്ല, പകരം സ്ലാബാണ് വെക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്ര ബ്ലോക്കില്ല. സ്ലാബാകുമ്പോൾ ഒരുപാട് ബ്ലോക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് ചുറ്റും ഈ സ്ലാബ് വെച്ചിട്ട് ഞാൻ എന്തായാലും വരാം. നമ്മുടെ സ്ലാബ് വെക്കുന്ന പരിപാടി ഇതാ ഫുള്ള് ആക്കിയിട്ടുണ്ട്. ഫുള്ളാക്കുന്നല്ല, എല്ലാ സൈഡും വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴ ഉണ്ട്, തണ്ടർ സ്റ്റോം അറിയില്ല, നമുക്കൊന്ന് കിടന്നുറങ്ങാം. ഓക്കെ, തണ്ടർ സ്റ്റോം അല്ല, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. കാരണം ഇതേപോലൊരു മഴത്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ സോംബി പെട്ടെന്ന് വന്നുകൊണ്ട് വില്ലേജസിനെ ഫുള്ളും സോംബിഫൈഡ് ആക്കിയത്. സോ ഇവനതാ പിന്നെയും ചാടി കളിക്കുന്നുണ്ട്. ഇവനെ ഒരു സ്ഥലത്ത് ഇരുത്തിയതാണ്, പക്ഷേ ഇവൻ പിന്നെ ഇത് എണീറ്റിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിന് ബഗ്ഗാണോന്നും അറിയില്ല. നമുക്ക് എന്തായാലും അവനെ ഈ സൺട്രയ്ക്ക് ഇരുത്തിക്കാം. ഇങ്ങോട്ട് വാ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇവിടെ അവിടെ ഇരിക്കുക. പോയി പോലെ. ഓക്കെ, ഇവിടെ ഇരുന്നു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നീ അനങ്ങരുത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി പരിപാടി തുടങ്ങാം. കാരണം ഇനി അടുത്ത് പറഞ്ഞാൽ ഈ വില്ലേജസിനെ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഓരോ കൂട്ടിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കെട്ടാം, ഒരു കൂട് പോലെ. ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഒരു വില്ലേജർ ഇരിക്കുക. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പുറത്ത് ഒരു വില്ലേജ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് ഇതേമാതിരി അതിനെ ഒരു കൂട് പോലെ ആക്കാം. ഈ ഇതിലും ഓരോരോ വില്ലേജസ് വരും. അപ്പോൾ ഇതിൻ്റെ മുമ്പിലായിരിക്കും വർക്ക് സ്റ്റേഷൻ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ 2 ക്യാപ്പിലും വേറൊരു വില്ലേജറും വരും. പിന്നെ എന്തെങ്കിലും കുറച്ച് പ്ലാങ്ക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ 2 ഉള്ളിലും ഓക്കെ, ഇവൻ ഓൾറെഡി ഇവിടെ വന്നിരിക്കണം. എന്തായാലും ഇവൻ നമുക്ക് ഉള്ളിലേക്ക് ഇപ്പം തന്നെ കയറ്റാം. ഓക്കെ, ഓൻ കയറിയിട്ടുണ്ട്. ഇനി ഓൻ്റെ വർക്ക് സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വരും. അപ്പോൾ അവിടെ സ്റ്റക്ക് ആയിക്കും. ഇതേപോലെ തന്നെ ഈ വില്ലേജറിൻ്റെയും ഇടയിലുള്ള ഈ ക്യാപ്പിൽ എന്താവും വേറൊരു വില്ലേജറും വരും. ഓൻ്റെ വർക്ക് സ്റ്റേഷൻ നേരെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. ഇവിടെ അല്ലാതെ ഇവിടെ നിൽക്കും. ഓനും ഇവിടെ ബ്ലോക്കായി നിൽക്കും. ഓക്കെ, ഒരു നെറ്റ് ബിറ്റ് വന്നിട്ടുണ്ട്. ഇവനെ കൊണ്ട് ഓൾറെഡി ഒരു ഉപകാരമില്ല. അപ്പോൾ ഇങ്ങനെങ്കിലും ഇവർ വീഡിയോ കാണിക്കാനെങ്കിലും ഒരു ഉപകാരപ്പെട്ടാൽ നന്നായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് മര്യാദക്ക് ഇരുന്നാൽ മതിന്. അപ്പോൾ ഇതുകൊണ്ട് പൊട്ടിക്കുക. നമുക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം അങ്ങോട്ട് സൈഡിലേക്ക്. ഇതിന് മുമ്പ് ഇവിടെ ഒരു പ്ലാങ്ക്സ് വെക്കാം. ഇവനെ ജസ്റ്റ് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് ഇതിൻ്റെ മേലെ വെക്കാം. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതുപോലെ പെട്ടും. അപ്പോൾ ഇവിടെ ഒരു വില്ലേജർ വരും. ഇങ്ങനെ ഇതിന് ചുറ്റും ഈ സൈഡ് ഫുള്ളും അതേപോലെ തന്നെ ആ സൈഡ് ഫുള്ളും നമുക്ക് എന്താക്കണം, പ്ലാങ്ക്സ് വെച്ചുകൊണ്ട് ഓരോ വില്ലേജറിനും ഉള്ളിലേക്ക് ആക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇത് ഫുള്ളും വെച്ചുകൊണ്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ വലുതായ വില്ലേജസിനൊക്കെ നമ്മളിതാ കൂട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സൈഡിലും അവർക്ക് വേണ്ട ഈ ഹാളും റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടാലറിയാം ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി വില്ലേജസ് വരാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ബേബി വില്ലേജസിനൊക്കെ ഇവിടെ തുറന്നിട്ടിരിക്കണു. അതുപോലെ ഇനി വലുതായിക്കൊണ്ട് നമുക്ക് ഓല ഉള്ളിൽ കയറ്റാനുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ വലുതായ വില്ലേജസിനൊക്കെ നേരെ ഉള്ളിൽ കയറ്റിക്കണം. ഇനി ഇവർക്കൊക്കെ എന്താക്കണം, ഓരോ വർക്ക് സ്റ്റേഷൻ കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അതുപോലെ തന്നെ നമ്മൾ എമറാൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടി 2 ഫ്ലെച്ചേഴ്സിന് ഉണ്ടാക്കിനല്ലോ. ഓല വർക്ക് സ്റ്റേഷൻ കൊടുക്കുമ്പോൾ എന്താണ് ഇപ്പോൾ വർക്ക് എടുക്കണില്ല. വേറെ ഏതോ 2 വർക്ക് എടുക്കുന്നുണ്ട്, കാണിച്ചു തരാം. അത് പ്ലേസ് ചെയ്ത സ്ഥലം മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ട്രാപ്പ് ഡോർ ഓപ്പൺ ആയെന്ന് തോന്നുന്നു. അതെ, അല്ല ഓപ്പൺ അല്ല, ക്ലോസ് ആയി. ഇനി അത് ഓപ്പൺ ആക്കണം. അല്ലെങ്കിൽ ഇനി അടുത്ത മൈമെന്നാക്കാരോ ബേബി വില്ലേജസ് നേരെ അപ്പുറത്തേക്ക് കഴിഞ്ഞ് ബെഡിൻ്റെ അടുത്ത് പോകും. പിന്നെ ഇങ്ങോട്ട് വരാതാവും. ഇവിടെ നിന്ന് എന്തായാലും എത്തുമെന്ന് തോന്നുന്നു. നോക്കാം. എത്തണില്ല. നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി ഉണ്ട് സൈഡൊക്കെ ആക്കേണ്ടത്. ഇപ്പം തന്നെ ഓക്കെ, അത് നേരെ നമ്മൾ ചാടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ വേറെ പില്ലറായി. ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് പില്ലറപ്പ് ചെയ്ത് കണ്ട് നമുക്കത് ഓപ്പൺ ആക്കാം. ഓക്കെ, അങ്ങനെ അത് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് റെഡിയായി. നമുക്ക് ഈ പില്ലറൊക്കെ പൊട്ടിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ എമറാൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടി 2 ഫ്ലെച്ചിങ് ടേബിൾ വെച്ചുകൊണ്ട് ഫ്ലെച്ചേഴ്സിന് ഉണ്ടാക്കിയല്ലോ. ഓലത് ഈ 2 സൈഡിലും ഞാൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ വർക്ക് സ്റ്റേഷൻ വെക്കുമ്പോൾ ഓലല്ല വർക്ക് എടുക്കുന്നുണ്ട്, വേറെ ആരാണ് വർക്ക് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ കണ്ട അതിന് പച്ച പാർട്ടികൾ വരുന്നുണ്ട്. പക്ഷേ അപ്പുറത്തിരിക്കണ ഓനാണ് വർക്ക് എടുത്ത്. രണ്ടാമത്തെ വെക്കുമ്പോഴും അതിൽ നിന്നും പച്ച പാർട്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവനാണ് വർക്ക് എടുത്ത്, ഇവരല്ല വർക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം വർക്ക് ഇല്ലാത്തവർക്ക് വർക്ക് കൊടുത്തുകൊണ്ട് ഈ 2 ഫ്ലച്ചിങ് ടേബിൾ ഇവരെ മുമ്പിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു ചൊറയാണ്. ഇനി അതൊക്കെ ഇവർക്കൊക്കെ വർക്ക് സ്റ്റേഷൻ കൊടുത്ത് വർക്ക് എടുപ്പിച്ചുകൊണ്ട് റെഡി ആക്കണം. സോ എന്തായാലും അത്രത്തിനുള്ളൂ ഇന്നത്തെ വീഡിയോ.
വീഡിയോ ഇതുവരെ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ വരാം. ഓക്കെ, ബൈ.